സ്വാഗതം. നമ്മൾക്ക് കിട്ടിയ ലേഖനങ്ങളും റിപ്പോർട്ടുകളുമൊക്കെ വെച്ച് ഇന്ത്യയിലെ ചില പ്രധാന വിഷയങ്ങളിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കാം, അല്ലേ? ഭരണം, സമൂഹം, ടെക്നോളജി, അന്താരാഷ്ട്ര കാര്യങ്ങൾ, അങ്ങനെ പലതും. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു വ്യക്തമായ ചിത്രം കിട്ടാൻ ഇത് സഹായിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്, ഒന്ന്, 2027 സെൻസസ്. അത് ഡിജിറ്റലുമാവും, ജാതി തിരിച്ചുള്ള കണക്കെടുപ്പുമുണ്ടാവും. പിന്നെ ത്രിഭാഷാ നയം, അതുപോലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ വന്നിട്ടൊരു വർഷം, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, US വിസയ്ക്ക് സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നത്, അവസാനം ഇന്ത്യയുടെ ഒരു പുതിയ ജനിതക പഠനം വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ വിഷയം സെൻസസ് 2027. കോവിഡ് കാരണം കുറച്ച് വൈകിയെങ്കിലും ഇതെന്താ പറയാ, ഒരു ചരിത്ര സംഭവമാവാൻ പോവാണ്. കാരണം പൂർണ്ണമായും ഡിജിറ്റലാണ്. അതോടൊപ്പം 1931 ശേഷം ആദ്യമായിട്ട് എല്ലാ ജാതികളുടെയും കണക്കെടുക്കുന്നു. ഇത് ഡാറ്റയുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം തന്നെയല്ലേ? തീർച്ചയായും. ഇവിടെ ശരിയാണ്, രണ്ട് വലിയ മാറ്റങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. ഒന്ന് ഡിജിറ്റൽ, അത് കാര്യങ്ങൾ എളുപ്പമാക്കും, വേഗത്തിലാക്കും എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ കാണേണ്ട വേറൊരു വശമുണ്ട്, ഈ ഡിജിറ്റൽ ഡിവൈഡ്. എല്ലാവർക്കും ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടോ? അത് ശരിയാണ്. പിന്നെ ഡാറ്റയുടെ സുരക്ഷ, അതും വലിയ ചോദ്യമാണ്. മറ്റേത് ഈ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ്. അത് സാമൂഹ്യനീതിക്ക് നല്ലതാണെന്ന് പറയുമ്പോഴും ചിലപ്പോൾ ജാതി രാഷ്ട്രീയം കൂടുതൽ ശക്തമാക്കുമോ എന്നൊരു പേടിയുണ്ട്. എന്തായാലും നയങ്ങൾ ഉണ്ടാക്കാൻ ഈ ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാവും, പക്ഷെ സൂക്ഷിച്ചുപയോഗിക്കണം. അതെ. ആ ഡേറ്റയുടെ ഉപയോഗം പോലെ തന്നെ ഭാഷയുടെ കാര്യവും ഒരു പ്രധാന ചർച്ചാ വിഷയമാണല്ലോ. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ പദ്ധതി, മഹാരാഷ്ട്രയിലൊക്കെ ഈയിടെ ചില പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. നയം കുറച്ച് ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹിന്ദി അടിച്ചേൽപ്പിക്കുമോ എന്നൊരു പേടി പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. അത് അതിന്റെ പ്രശ്നം നടപ്പാക്കുന്നതിലാണ് കൂടുതൽ. അതായത് തത്വത്തിൽ ചിലപ്പോൾ അയവുള്ളതായിരിക്കാം, പക്ഷെ ഇപ്പോൾ ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിലെ കുട്ടികൾ അവർ 3 ഭാഷ 3 ലിപി പഠിക്കണം. അതേസമയം ഹിന്ദി സംസ്ഥാനങ്ങളിലുള്ളവർക്ക് 2 പഠിച്ചാൽ മതി. അവിടെ ഒരു അസന്തുലിതാവസ്ഥ വരുന്നുണ്ടല്ലേ? ഉണ്ട്. പിന്നെ മറ്റ് ഇന്ത്യൻ ഭാഷകൾ പഠിപ്പിക്കാൻ ടീച്ചർമാരുണ്ടോ എന്നതും പ്രശ്നമാണ്. അപ്പോൾ ഭാഷ വെച്ച് നമ്മൾ ഒന്നിക്കാൻ നോക്കുമ്പോൾ ഇത് കൂടുതൽ ഭിന്നിപ്പിലേക്ക് പോകുമോ എന്നതാണ് ഒരു പ്രധാന ചോദ്യം. ഈ പ്രായോഗിക തലത്തിലെ ബുദ്ധിമുട്ടുകൾ അത് നിയമങ്ങളെ കാര്യത്തിലും കാണുന്നുണ്ടല്ലോ. ഈ പുതിയ ക്രിമിനൽ നിയമങ്ങൾ, ബ്രിട്ടീഷ് കാലത്തെ നിയമങ്ങൾക്ക് പകരം വന്ന BNS, BNSS, BSA, അതൊക്കെ നടപ്പിലായിട്ട് ഏകദേശം 1 വർഷമാവുന്നു. ടെക്നോളജിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഈ സാക്ഷ്യ ആപ്പ്, ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലക്ഷ്യം വളരെ നല്ലതാണ്, സുതാര്യത കൂട്ടുക, കാര്യങ്ങൾ വേഗത്തിലാക്കുക എന്നൊക്കെയാണ്. പക്ഷേ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കാണുന്നത് താഴെത്തട്ടിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്വന്തം ഫോണൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു, ആവശ്യത്തിന് ഉപകരണങ്ങളില്ല. പിന്നെ ഈ സാക്ഷ്യ, അതായത് ഇലക്ട്രോണിക് തെളിവുകൾ ശേഖരിക്കുന്ന ആപ്പിലെ വിവരങ്ങൾ, അത് കോടതികൾക്ക് നേരിട്ട് കിട്ടാനുള്ള സംവിധാനം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഫോറൻസിക് സൗകര്യങ്ങൾ അതും വളരെ കുറവാണ് പലയിടത്തും. അപ്പോ നിയമം ഉദ്ദേശിക്കുന്നതും നിലവിലെ യാഥാർത്ഥ്യവും തമ്മിലൊരു വിടവുണ്ട്. അത് നികത്താൻ കുറച്ച് സമയമെടുക്കും. ശരിയാണ്. ടെക്നോളജി ഒരു വശത്ത് സഹായകമാകുമ്പോഴും മറുവശത്ത് അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഇനി അന്താരാഷ്ട്ര തലത്തിലേക്ക് നോക്കിയാലോ, അവിടെയും ഈ വ്യക്തിഗത വിവരങ്ങൾ ഒരു വിഷയമാവുന്നു. അമേരിക്കൻ സ്റ്റുഡന്റ് വിസയ്ക്ക്, അതായത് FMJ വിസകൾക്ക് അപേക്ഷിക്കുന്നവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക് ആക്കണമെന്നൊരു പുതിയ നയം വന്നിട്ടുണ്ടല്ലോ. അതൊരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കില്ലേ? അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. സുരക്ഷയുടെ കാരണം പറഞ്ഞാണിത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇടപെടലുകളും ഒക്കെ പരിശോധിക്കാമെന്ന് പറയുന്നത് അത് വ്യക്തിഗത സ്വകാര്യതയിലേക്കുള്ളൊരു വലിയ കടന്നുകയറ്റം തന്നെയാണ്. നമ്മുടെ പുട്ടസ്വാമി വിധി പ്രകാരം സ്വകാര്യത ഒരു മൗലിക അവകാശമാണല്ലോ. അതെ. അപ്പോ അതിന്റെ നിയമസാധുത പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പിന്നെ ഇത് കാരണം ആളുകൾ സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങും, എന്തെങ്കിലും അഭിപ്രായം പറയാൻ പേടിക്കും. അതിന് ചില്ലിംഗ് എഫക്റ്റ് എന്ന് പറയും. മനസ്സിലായി. അപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാധിക്കും എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. സ്വകാര്യത, ഡേറ്റ, നിയന്ത്രണങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ ശാസ്ത്രരംഗത്തും വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാരുടെ ജനിതക ഘടനയെക്കുറിച്ച് വളരെ വിശദമായൊരു പഠനം വന്നിട്ടുണ്ട്. നമ്മുടെയെല്ലാം പൂർവികർ പ്രധാനമായും 3 കൂട്ടരിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു.
ഇന്ത്യയിലെ തന്നെ ആദിമ നിവാസികൾ, പിന്നെ ഇറാനുമായി ബന്ധമുള്ള കർഷകർ, പിന്നെ യുറേഷ്യൻ സ്റ്റെപ്പിൽ നിന്നുള്ള ഇടയന്മാർ. ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം എന്താണ്? ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതൊന്ന്, ഈ ദീർഘകാലമായി ഒരേ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന രീതി, അതായത് എൻഡോഗമി. അത് കാരണം നമ്മളിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരിൽ ഹോമോസൈഗോസിറ്റി കൂടുതലാണെന്ന് പഠനം പറയുന്നു. അതായത് ഒരേ ജീനിന്റെ 2 കോപ്പികൾ വരുന്നത്. ഓക്കെ. ഇത് ചില പാരമ്പര്യ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അതേസമയം ഈ അറിവ് പ്രിസിഷൻ മെഡിസിൻ, അതായത് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ചികിത്സ നൽകുന്ന രീതിക്ക് വലിയ സാധ്യതയാണ് തുറന്നു തരുന്നത്. പക്ഷേ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. ഈ ജനിതക വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത, വിവേചനം, ഡാറ്റ സ്വകാര്യത, ഇതൊക്കെ വലിയ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ശരിയാണ്. വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ തന്നെ. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച വിഷയങ്ങൾ നോക്കിയാൽ സെൻസസിലെ ഡേറ്റ മുതൽ നമ്മുടെ ജീനുകളിലെ രഹസ്യങ്ങൾ വരെ, ടെക്നോളജിയും സർക്കാർ നയങ്ങളും നമ്മുടെ സമൂഹത്തെയും വ്യക്തികളെയും എത്ര ആഴത്തിലാണ് സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാം, അല്ലേ? അതെ, തീർച്ചയായും. ഓരോ മാറ്റവും പുതിയ അവസരങ്ങൾ തരുന്നുണ്ട്. അതോടൊപ്പം പുതിയ, ചിലപ്പോൾ കുറച്ചു സങ്കീർണമായ വെല്ലുവിളികളും മുന്നോട്ട് വയ്ക്കുന്നു. ഡിജിറ്റൽ ലോകത്തെ സുരക്ഷ തൊട്ട് നമ്മുടെ ജനിതക രഹസ്യങ്ങളുടെ സ്വകാര്യത വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.